പ്രണയം അനാദിയാമഗ്നിനാളം ആദിപ്രകൃതിയും പുരുഷനും ധ്യാനിച്ചുണർന്നപ്പോൾ പ്രണവമായി പൂവിട്ടൊരമൃതലാവണ്യം ആത്മാവിലാത്മാവ് പകരുന്ന പുണ്യം പ്രണയം. ജീവിതത്തിൽ നിന്ന് എഴുത്ത് ജീവിതത്തിലേക്ക്, ജീവിതത്തിലെ കറുത്തതും വെളുത്തതും ഇരുണ്ടതും ചുവന്നതും ഒക്കെയായ അനുഭവങ്ങളിൽ നിന്നാണ് എഴുത്തിലേക്ക് വരുന്നത്. പ്രകൃതി വരും, ഭൂതകാലം വരും, മനുഷ്യജീവിതങ്ങൾ വരും, മനുഷ്യജീവിതത്തിലെ ദുഃഖങ്ങളും സന്തോഷങ്ങളും വരും. അതിൽ നിന്ന് നമ്മുടേതായ ഒരു കാഴ്ചയും പ്രതികരണവും ഉണ്ടായി തുടങ്ങിയ കാലം തൊട്ട് എന്തെങ്കിലുമൊക്കെ അക്ഷരത്തിലൂടെ ചെയ്യാൻ ഒരു പ്രേരണ കിട്ടിയിരുന്നു. ആ പ്രേരണ പൂർവന്മാരിൽ നിന്നൊക്കെ വന്നതാണ്, സമകാലികരിൽ നിന്നും കിട്ടിയതാണ്, അല്ലാതെ എങ്ങനെയോ ഒക്കെ തോന്നിയതും കൂടിയാണ്. അങ്ങനെ എഴുത്ത് ഒരു ജീവിതത്തിലെ കർമ്മവും ആനന്ദവുമായിട്ട് മാറി. ചൊല്ലുവഴി ആണ് ഭാഷയും വ്യവഹാര ജീവിതവും മനുഷ്യൻ്റെ സങ്കല്പവും എല്ലാം. ചൊല്ലിനെ കവിഞ്ഞ് ഒന്നും ലോകത്തില്ല എന്നതാണ് വാസ്തവം. ചൊല്ലിൻ്റെ വഴികളാണ് നമ്മുടെ സാഹിത്യവും നമ്മുടെ ജീവിതവുമെല്ലാം. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് എടുത്ത ഊർജം കൊണ്ട് പുതിയ പുതിയ ശൈലികളിലേക്ക് കയറാൻ ഒരു പ്രേരണ ഉണ്ടായി. എല്ലാ കാലത്തും കവികളിൽ, കലാകാരന്മാരിൽ അത്തരം പ്രേരണകൾ പ്രവർത്തിക്കും. അതാണ് നവീകരണം എന്ന് പറയുന്നത്. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നവീകരിച്ചു പോവുക. അങ്ങനെ ഒരു ശൈലി സ്വീകരിച്ചു. ജീവിതത്തെക്കുറിച്ചും മനുഷ്യാവസ്ഥകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ നിരീക്ഷണങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും ഒക്കെ ഊറിക്കൂടുന്നതാണ്, വരുത്തുന്നതല്ല, ഊറിക്കൂടുന്നതാണ് ശരിക്കും ഇത്തരം കാഴ്ചകൾ. സത്യത്തിനൊത്തൊരു തപമില്ല പോലും, ആത്മശാന്തി പോലൊരു ബന്ധുവും വേറില്ല പോലും. ആത്മശാന്തിയാണല്ലോ മനുഷ്യൻ എപ്പോഴും തേടുന്നത്. ആ ശാന്തിയിലേക്കുള്ള തീർത്ഥയാത്രയ്ക്ക് ഒരു വഴിയായിട്ടാണ് ഈ വരി എനിക്ക് വന്നു കിട്ടിയത്. പിന്നെ സത്യം എന്നത് പ്രകൃതിക്കുള്ളതാണ്, പ്രകൃതിയിലെ ജന്തുക്കൾക്കൊക്കെ ഉള്ളതാണ്. മനുഷ്യൻ സത്യത്തിൽ നിന്ന് എപ്പോഴും അകന്നുകൊണ്ടിരിക്കുന്നു, അതിന് പ്രേരണ കിട്ടിക്കൊണ്ടിരിക്കുന്നു. സത്യത്തിലേക്ക് എന്നെ നയിക്കാനാണ് വാസ്തവത്തിൽ ഞാൻ ഈ വരികൾ കൂടുതൽ ഉപയോഗിച്ചത്. എനിക്ക് ഇപ്പോഴും സത്യത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. എപ്പോഴും ഏതെങ്കിലും ഒരു അസത്യം എന്നെ വന്ന് മൂടുന്നുണ്ട്. അപ്പം എന്നിൽ തന്നെ ഉള്ള സത്യാഭിലാഷം ആണ് സത്യത്തിനൊത്തൊരു തപമില്ല പോലും എന്ന് എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ രീതിയാണ് സ്വാഭാവികം. നമ്മുടെ അകത്തുള്ളത് നാദരൂപത്തിൽ പുറത്തു വരിക. നാദത്തിലാണ് ആത്മാവ്, നാദത്തിലാണ് വികാരം, നാദത്തിലാണ് ഭാവം. ആ ഭാവമാണ് ഹൃദയത്തിൽ തട്ടുന്നത്. അങ്ങനെ ചൊല്ലാനൊരു പ്രേരണ എങ്ങനെയോ എനിക്കുണ്ടായി. പ്രകൃതിയിൽ നിന്നും നമ്മുടെ പൂർവന്മാരിൽ നിന്നുമൊക്കെ കിട്ടിയത് തന്നെ. അത് ഞാൻ എന്നാൽ കഴിയും പോലെ ആവിഷ്കരിക്കുന്നു. അതിനൊരുപാട് ശാസ്ത്രീയമായ വശങ്ങളൊക്കെ ഉണ്ടാവും. യോഗാത്മകമാണ് അത് എന്നാണ് എൻ്റെ കാഴ്ച. ആ വിധത്തിൽ അകത്ത് നിന്ന് വരുന്നത്, ആത്മാവിൽ നിന്ന് വരുന്നത് എന്ന മട്ടിൽ ആവിഷ്കരിക്കുമ്പോൾ അതിന് ഒരു ചൂടും പ്രത്യേക ശക്തിയുമൊക്കെ ഉണ്ടാകും എന്നാണ് എൻ്റെ വിചാരം. എല്ലാ കാലത്തും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകാറുണ്ട്. നമ്മളതിനെ നേരിടുന്നുമുണ്ട്. എഴുത്തുകാരൻ അല്ലെങ്കിൽ കലാകാരൻ ആവിഷ്കാര വിഷയത്തിൽ സ്വതന്ത്രനാണ്. എപ്പോൾ ധാർമ്മികമായ അടിത്തറ എഴുത്തുകാരന് ഉണ്ടെങ്കിൽ അവൻ്റെ ആവിഷ്കാരം സ്വതന്ത്രം തന്നെയാണ്. ധാർമ്മികമായ അടിത്തറയും വിഭാഗീയതയില്ലാത്ത സമദർശനവും ഉള്ള എഴുത്തുകാരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതും നമ്മൾ നേടേണ്ടതും.
ആ സ്വാതന്ത്ര്യത്തിന് വലിയ വിലയുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലേക്കുള്ള സഞ്ചാരത്തിനാണ് കലാകാരൻ എപ്പോഴും യത്നിക്കുന്നത്, കലാകാരൻ തുനിയുന്നത്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാനൊക്കില്ല, ഒരു ഭരണാധികാരിക്കും ചോദ്യം ചെയ്യാനൊക്കില്ല എന്ന് ബൈബിളിലെ നാഥാൻ പ്രവാചകനും നമ്മുടെ വാൽമീകിയും വ്യാസനും ഒക്കെ സാക്ഷി പറയും. എല്ലാ കവിതകളും ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് എല്ലാ കവിതകളും ഒരുപോലെ തന്നെ ഇഷ്ടമാണ്. പെട്ടെന്ന് മനസ്സിൽ വരുന്ന വരികളും പെട്ടെന്ന് മനസ്സിൽ വരുന്ന കവിതകളും ഒക്കെ ഉണ്ടാകും. എല്ലാ കൃതികളും ഒരു ചെടിയിൽ നിന്നുണ്ടാകുന്ന പൂവ് പോലെ ഒരേ തരത്തിൽ പ്രിയങ്കരമാണ്. ചിലത് വലുതും ചിലത് ചെറുതും ഒക്കെ ആകും, എങ്കിലും എല്ലാം പ്രിയങ്കരമാണെന്ന് വേണം പറയാൻ. രണ്ട് വരിയായാലും രണ്ട് വാക്കായാലും അത് കവിതയായിരിക്കണം, അത്രയേ ഉള്ളൂ. ഏത് മീഡിയത്തിൽ വന്നാലും ഒരു വരിയോ ഒരു വാക്കോ ആയാലും അത് കാവ്യാത്മകമായിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. എല്ലാം മാധ്യമത്തിൽ വരുന്നതെല്ലാം കാവ്യാത്മകമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്തും മാധ്യമത്തിൽ കൂടെ ആകാം എന്ന് വിചാരിച്ച് അതിനെ ദുരുപയോഗപ്പെടുത്താനും പാടില്ല. എഴുത്തുകാരൻ നല്ല എഴുത്തുകാരനാവുക എന്നതാണ് ആദ്യം വേണ്ടത്. അതിന് എഴുത്തുകാരന് ഒരുപാട് തപസ് ആവശ്യമുണ്ട്. ഇപ്പോൾ ആർക്കും എന്തും ആയിക്കളയാം എന്നൊരു തോന്നലുണ്ട്. അത് ഒന്നുകൂടെ പരിശോധിക്കണം. നമ്മുടെ പുതിയ എഴുത്തുകാരും എന്നെപ്പോലുള്ള പഴയ എഴുത്തുകാരും എല്ലാവരും സ്വയം പരിശോധിച്ച് തപസ് ചെയ്ത് എഴുതണം എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ആസ്വാദന രീതിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാലത്തിനനുസരിച്ച്, രാഷ്ട്രീയ വീക്ഷണത്തിനനുസരിച്ച്, മതവീക്ഷണത്തിനോ മത താത്പര്യത്തിനോ അനുസരിച്ച്, ജാതിയുടെ ആവശ്യത്തിനനുസരിച്ച്, കാലത്തിൻ്റെ പ്രേരണ അനുസരിച്ച്, പ്രായത്തിനനുസരിച്ച്, ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ രീതി അനുസരിച്ച് ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കഴിയുന്നത്ര എളുപ്പത്തിൽ നുണയാനുള്ളതാണ് ഇപ്പോൾ ഭൂരിപക്ഷം പേർക്കും താല്പര്യം. കൊച്ചു കാര്യങ്ങൾ നമുക്കറിയാമല്ലോ, കടപ്പതി വാങ്ങി തിന്നുന്ന കാലമാണ്, സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന കാലമല്ല. കഥകളി ആസ്വദിക്കാൻ കഴിയാത്തൊരു സമൂഹം നല്ല ആസ്വാദന ശേഷിയുള്ള സമൂഹമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജീവിതം പോലെ ഭാഷ. നമ്മുടെ ജീവിതം മാറി, നമ്മുടെ സംസ്കാരം മാറുന്നു. അതിനനുസരിച്ച് ഭാഷണവും ഭാഷയും അതിന് ഉച്ചാരണവും മാറും. അതുകൊണ്ട് ആദ്യമായിട്ട് മലയാളിയുടെ ജീവിതം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. സ്വന്തം ജീവിതം ഉണ്ടാക്കുമ്പോൾ സ്വന്തം ഉച്ചാരണം ഉണ്ടാകും. സ്വന്തം അനുഭവവും സ്വന്തം സങ്കല്പവും സ്വന്തം ആശയവും സ്വന്തം ദർശനവും വരുമ്പോൾ അതിനനുസരിച്ച് അവൻ്റെ ഉച്ചാരണം വരും. അത് വരട്ടെ. ഭാഷയെ മാത്രമല്ല നമ്മൾ താങ്ങേണ്ടത്. ഭാഷ വളരെയധികം അടിയുറപ്പുള്ള, ഏറ്റവും വലിയ ബലമുള്ള, ഏറ്റവും വലിയ ആസ്തിയുള്ള ഒന്നാണ് നമ്മുടെ ഭാഷ. ഏറ്റവും കരുത്തുള്ള ഭാഷയാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല. പക്ഷേ അതിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ചേർത്ത് ജീവിതത്തിൽ നിന്ന് പുതിയ ഭാഷ സൃഷ്ടിക്കണം. കാലങ്ങളെ കളയാതെ. ഇന്നിൻ്റേതായൊരു ഭാഷയില്ല. എല്ലാം ഇന്നലെ വരെ ഉച്ചരിച്ചു വന്നതിൻ്റെ തുടർച്ചയാണ്. ഇന്നിൻ്റെ ഭാഷ ഉണ്ടാക്കാൻ ഇന്നിൻ്റെ അനുഭവങ്ങൾ വരണം. ആ അനുഭവം കടം കൊണ്ടതായിരിക്കരുത്, സ്വത്വത്തിൽ ഉറച്ചതായിരിക്കണം. അതേ ഉള്ളൂ എൻ്റെ അഭിപ്രായം. അറിവായി സ്നേഹമുണ്ടെങ്കിൽ അടയാളങ്ങൾ വേണമോ? അറിവായി സ്നേഹമുണ്ടെങ്കിൽ അടയാളങ്ങൾ വേണമോ?